ഹലോ, അപ്പം ഇന്ന് നമുക്ക് നല്ല നാടൻ ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ചട്ടി വെക്കണം, അതുകൊണ്ട് തന്നെ. അതേപോലെ ബീഫിൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതലായിട്ട് ചെറിയുള്ളി ആഡ് ചെയ്യുക, അപ്പോഴും ഒന്നും കൂടി ടേസ്റ്റ് കൂടെ. അപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയുള്ളി, നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഏലക്കായ എടുക്കുക, അതേപോലെ തന്നെ ഉലുവൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് വെക്കാം. അപ്പോൾ പിന്നെ ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കുഴച്ചിട്ടാണ് വെക്കണത്. എൻ്റെ അമ്മേൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടുപ്പത്താണ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ 2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെന്താ പച്ചമുളക്, എല്ലാം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ അരിഞ്ഞതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണം അതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി എടുക്കണതിൻ്റെ ഡബിളാട്ടോ മല്ലിപ്പൊടി എടുക്കണത്. ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ബീഫിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷനാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ബീഫും പുട്ടാണോ, ബീഫും പൊറാട്ടയാണോ, ബീഫും പഴംപൊരിയാണോ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. ചട്ടി വെക്കുമ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചെടുക്കുക. നല്ലോണമല്ല, അത്യാവശ്യത്തിന് കുറച്ചൊരു പൊന്തി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നീട് അത് വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റിക്ക് ആ വറ്റണ സമയത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ വറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറി വേണമെങ്കിൽ വെള്ളം കുറച്ച് കുറയുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ബീഫ് വെന്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വറ്റിച്ചിട്ടാണ് ഞാനിവിടെ എടുത്തത്. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റത്തെ പ്രോസസ്സിലെത്തിട്ടോ. കുറച്ച് മല്ലിയില, ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവണ വരേക്കും കുറച്ച് വെളിച്ചെണ്ണ പാനിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആ മൂപ്പിച്ചെടുത്തതിലേക്ക് ബീഫൊക്കെ ഒന്നിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.